സാധാരണ ഞാൻ സൺഡേയിലാണ് ഈ കമൻസിന് മറുപടി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇന്ന് തന്നെ മറുപടി കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് കമൻറ്റ് ഒന്ന് വായിച്ചിട്ട് അതിനൊരു മറുപടി കൊടുക്കാം. ആൾറെഡി ഒരു കമൻറ്റാണ് ഇട്ടത്, അതിന് ഞാൻ ഒരു മറുപടി കൊടുത്തപ്പം വീണ്ടും കമൻറ്റ് ഇടുന്നു. അപ്പോൾ ഇതെടുത്ത് വെച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. സോ ദ പോയിന്റ് ഈസ്, ജയചന്ദ്രൻ KV 37-38, വെൽ ഡൺ ഷെഫീന, ഗ്രേറ്റ്. ഇതുപോലൊരു വിപ്ലവം മുസ്ലിം സമുദായത്തിൽ സാധ്യമാണോ? താങ്കൾ ഇത്തരം പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആരിഫ് ഹുസൈൻ തിരുവോത്ത്, ജാമിദ ടീച്ചർ പോലുള്ളവരെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. മുകളിൽ പറഞ്ഞതുപോലുള്ള പ്രവർത്തനം ഇവർ ചെയ്യുമ്പോൾ ഇവരോട് സമരസപ്പെടുകയല്ലേ വേണ്ടത്. അപ്പം ഈ ഇങ്ങനെ ഒരു കമന്റ് ഇടാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിന്ന് VT ഭട്ടതിരിപ്പാട് എൻ്റെ ഓർമ്മ ദിനമാണെന്ന്. അപ്പം അദ്ദേഹം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഈ മറക്കുടയിലെ മഹാനഗരം, നരകം, അങ്ങനെ തുടങ്ങി 2-3 നാടക കൃതികൾ, ഇതെല്ലാം കൂടെയൊക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയ ലേഖനം അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോട് ന്യൂസ് സ്കില്ലിൽ വന്ന ലേഖനമാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് ഞാനത് ജസ്റ്റ് പോസ്റ്റ് ചെയ്തു വെച്ചു. അപ്പോൾ അത് വായിച്ചിട്ട് പുള്ളിക്ക് ആ നവോത്ഥാന ചരിത്രം വായിച്ചപ്പോൾ എന്നെ ഒന്ന് ചൊറിയണമെന്ന് തോന്നിയിട്ടിട്ട കമൻറ്റാണ്. അപ്പം ഞാൻ അതിനൊരു മറുപടി കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ആവശ്യം ഇസ്ലാം സമുദായത്തിന് ഇപ്പോഴില്ല. പ്രസന്റിൽ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു അവസ്ഥയില്ല. അതായത് ഈ VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇട്ട കമൻറ്റിന് വീണ്ടും ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? ഞാനും ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, താങ്കളെപ്പോലെ ഉറങ്ങുകയല്ല. ഞാൻ ഉറങ്ങുകയാണ് കേട്ടോ. ഇത്തരം വിഷയങ്ങളിൽ താങ്കളുടെ പഴയ വീഡിയോകൾ ഈ യൂട്യൂബിൽ കറങ്ങുന്നുണ്ട്. മലക്കം മറിയാൻ നിന്നെപ്പോലെ മറ്റൊരാളില്ല. ഈ താങ്കൾ എന്നൊക്കെ മാറി നീന്നായി. ദേഷ്യം വന്നു പുള്ളിക്ക്. ആദ്യം സ്വന്തം മതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂ. ഞാൻ ഇസ്ലാം മതത്തിലുള്ളവൾ തന്നെയാണ്. എൻ്റെ ഉമ്മയും ഇസ്ലാം മതത്തിൽ തന്നെയാണ്. എൻ്റെ ഉമ്മ പിന്നെ ഒരു തീവ്ര വിശ്വാസിയാണ്, സുഡാപ്പിയാണ്. ആ അമ്മ അവരുടെ 18ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി. സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ത്രീക്ക് അങ്ങനെ സാധ്യമാകുമോ മൽഗുണ എന്നുള്ളത് എൻ്റെ ചോദ്യം. അതുപോട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഉമ്മച്ചിക്ക് 6 സഹോദരങ്ങളാണ്, 6 ആൺമക്കളാണ്, 4 പെണ്ണുങ്ങൾ. ഇവരിൽ ഒരാളൊഴികെ ബാക്കി 3 പേരും, ഒരാൾ ഡോക്ടർ, ഒരാൾ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ, മറ്റൊരാൾ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ഇടയ്ക്ക് ജോലിക്ക് പോയി, ഇപ്പോൾ ജോലിക്ക് പോകുന്നത്. 2 പേരും നല്ല വെൽ എഡ്യൂക്കേറ്റഡാണ്. 4 അമ്മമാരും എഡ്യൂക്കേറ്റഡാണ്. 6 സഹോദരങ്ങളുടെ ഭാര്യ, മാമമാരുടെ ഭാര്യ എല്ലാം എഡ്യൂക്കേറ്റഡാണ്. എവറി വൺ ജോലി ചെയ്യുന്നവരാണ്. ഇവർക്കുമൊക്കെ പെൺമക്കളുണ്ടായി, ഉമ്മക്കും പെൺമക്കളുണ്ടായി. എൻ്റെ കുടുംബം മുഴുക്ക പെൺമക്കളുടെ ഒരു ബഹളം തന്നെ. ഒരെണ്ണം പോലും പഠിത്തമില്ലാത്തതില്ല. എഡ്യൂക്കേറ്റഡ് ഫെലോസാണ് ആ കുടുംബം മുഴുക്ക. ഇനി ചരിത്രം പറയുമ്പോൾ നമ്മുടെ കുടുംബം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ പറയുന്നത് നമ്മുടെ ആ ഒരു പഞ്ചായത്തിൽ, ആ ഒരു ജമാഅത്തിൽ, ആ ഒരു പള്ളി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ പറമ്പിലാണ്. ഞങ്ങൾ ദാനം കൊടുത്ത പറമ്പിലാണ് അവിടെ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഈ പറയുന്ന ദീനീബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തെളിയിക്കാനാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ പോയി അന്വേഷിച്ചാൽ മതി. പറവൂന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യമാണ്, മിനി രാജ്യം. അവിടെ പോയി നോക്കിയാൽ മതി. അത്രയും വിശ്വാസികളായ മനുഷ്യർക്കിടയിൽ ജീവിച്ച അവിടുത്തെ പെൺകുട്ടികൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം കണ്ടു വളർന്ന എന്നോട് വന്ന് കൊണ പറയല്ലേടാ കൊണയ. മനസ്സിലായോ? അത് ഇസ്ലാമിൽ ജീവിച്ച് ഇസ്ലാമിൻ്റെ എല്ലാ ബെനിഫിറ്റും അനുഭവിച്ച് അതിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ മാത്രം മനസ്സിലാക്കി ജീവിച്ച ഒരാളാണ്. അതിന് മോശം ഡീമെറിറ്റ് ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. മെറിറ്റും ഡീമെറിറ്റും ഇല്ലാത്ത ഒരു സംഗതിയില്ല, എനിക്ക് ഉൾപ്പെടെ. എനിക്ക് ഐ ആൾസോ ഹാവ് ഡീമെറിറ്റ്സ്. ചില മോശപ്പെട്ട വശങ്ങൾ അതിനകത്തുണ്ട്. എനിക്കിഷ്ടപ്പെടാത്ത 1-2 ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ തലതേ കഴുത്തിൻ്റെ മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. കൈക്കും കാലിനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഐ ആം വെരി വെൽ. അതിനേക്കാൾ വൾഗറായി എന്നെ അവർ ഉപദ്രവിക്കുന്ന ഒരു സമയത്ത്, അതായത് ഞാൻ ആവശ്യപ്പെട്ട ഒരു വിഷയത്തിൽ അവരോട് പറയുമ്പോൾ, അവരെന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് അവർക്കിട്ട് ഞാൻ നല്ല കൊട്ടും കൊടുത്തു. അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ വായ്ത്താളം അടിച്ചു കൊണ്ടുവന്നതും തല ചീവാനും തല വെട്ടാനും വന്നത് നിങ്ങളുടെ ടീമുകളായിരുന്നു, അവരല്ല. ഈ മലക്കം മറിച്ചിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്ന അവർക്ക് സപ്പോർട്ടീവ് പറയുന്നതാണ്. 100%. എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം വർഷത്തിൽ ഞാൻ ജീവിച്ചതിൽ ഒരു 4 വർഷമേ മാറി വ്യതിയാനിച്ച് സഞ്ചരിച്ചിട്ടുള്ളൂ. അതും ആരിഫ് കിണ്ണൻ എന്ന് പറയുന്ന ആ KUNNA മോനും, അതേപോലെ കാമിത എന്ന് പറയുന്ന നിൻ്റെ ടീച്ചർ, ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചറായിരിക്കും, ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്തതിൻ്റെ ഒരു ശതമാനം എന്നിലേക്ക് കയറിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണത്. തിരുത്തലുകൾ ഉണ്ടാവൂടാ, തീർച്ചയായിട്ടും. പിന്നെ പറഞ്ഞ സാധനത്തിൽ നിന്ന് കടുകിട വ്യതിചലനമോ മാറിപ്പറച്ചിലോ ഒന്നുമില്ല. ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ട് അടിച്ചു, നിങ്ങൾ ചാനൽ പൂട്ടിച്ചതല്ലാതെ ഷെഫീനെ ഡിലീറ്റ് ചെയ്യില്ല. കറങ്ങണം അവിടെ കിടന്നു, അത് കറങ്ങട്ടെ. അതെൻ്റെ ആ വശത്തെ ആ പ്രാവശ്യത്തെ അഭിപ്രായം. ഇവിടെ നാരായണ ഗുരുവിന് പോലും പലയിടങ്ങളിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പടികളിൽ ഓരോ ഘട്ടങ്ങളിൽ ഓരോ അഭിപ്രായങ്ങൾ മാറി 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 വരിക തന്നെ ചെയ്യും. ഗ്രാജ്വലി മാറും.
സത്യങ്ങൾ അറിയുമ്പോൾ അർത്ഥസത്യങ്ങൾക്ക് പ്രതികരിക്കുകയും സത്യങ്ങൾ അറിയുമ്പോൾ ഇത് അർത്ഥസത്യങ്ങളായിരുന്നു എന്ന് മനസ്സിലാവുകയും അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു മനുഷ്യന്റെ ധർമ്മമാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇസ്ലാം മതവിഭാഗത്തിൽ എന്ത് പ്രോബ്ലം എന്നാണ് നീ പറയുന്നത്? ഞാൻ മുൻപൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 1800-കളിലാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഏറ്റവും മോശപ്പെട്ട വശം തിരുത്തി എഴുതപ്പെടുന്ന ഒരു സംഭവം നടന്നത്. ഇവിടെ ബാക്കി ഒരു മതവിഭാഗക്കാർക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങളുടെ കാര്യം വിട്, പെണ്ണുങ്ങൾക്ക് വിലക്കില്ല, ഓത്ത് പഠിച്ചേ പറ്റുള്ളൂ. അവരുടെ കാലഘട്ടത്തിൽ ഖുർആൻ പഠിച്ചേ പറ്റുള്ളൂ. അത് ആണും പഠിക്കണം പെണ്ണും പഠിക്കണം. ആണിനെ പഠിപ്പിക്കില്ല പെണ്ണിനെ പഠിപ്പിക്കില്ല എന്ന വ്യത്യാസം ഇസ്ലാമിലില്ലായിരുന്നു. ആദ്യത്തെ സർവകലാശാല ഉണ്ടാക്കിയത് ഒരു പെണ്ണാണ്. അതും ഫാത്തിമ ബീവി എന്നാ പേര്. എങ്ങനെയാണ് ഇസ്ലാമിലെ ഒരു സ്ത്രീ ഒരു സർവകലാശാല ഉണ്ടാക്കുന്നത്? അവൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ, നീ പറയുന്ന സ്വാതന്ത്ര്യം അവൾക്ക് ഇല്ല എങ്കിൽ, അത് ഇന്നും ഇന്നലത്തെ നൂറ്റാണ്ടല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർവകലാശാല ഉണ്ടാക്കിയത് ഒരു ഇസ്ലാം വനിതയാണ്. എന്തിനധികം മൊത്തം ഏഷ്യയിലെ ആദ്യത്തെ ജഡ്ജി, വനിതാ ജഡ്ജി, അതൊരു ഇസ്ലാം വനിതയാണ്. ഈ നാട് വളരെ അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് പറയുന്ന അലി സഹോദരങ്ങളുടെ അമ്മ ഇസ്ലാം വനിതയാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയി ഒതുങ്ങിക്കൂടി കൊച്ചുങ്ങളെ ആശ്രയമെന്ന് ജീവിച്ചിരുന്ന ആ സ്ത്രീ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന സ്വതന്ത്ര സമരത്തിന്. ഒരു 100 വനിതകളെ എനിക്ക് നിനക്ക് കാണിച്ചു തരാൻ പറ്റും. 100 വനിതകൾ മുന്നിൽ വന്ന് നിൽക്കും ഇസ്ലാമിൽ നിന്ന്. ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറയാൻ പൊട്ടനാണോടാ നീ? പൊട്ടൻ എന്നല്ലാതെ വേറെന്താ പറയുക? നീ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കുറെ മേത്തച്ചികളെ കാണിക്കുക, മുഖവും മറച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ അവർക്ക് ഇപ്പോഴും സപ്പോർട്ടല്ല, അപ്പോഴും സപ്പോർട്ടല്ല. തല മറയ്ക്കണം, അത് ഇസ്ലാമിന്റെ ചര്യയാണ്, രീതിയാണ്. ഒരു പ്രാക്ടീസിങ് ഇസ്ലാം തല മറയ്ക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ അവൾക്കുള്ള കുറ്റം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മതവിശ്വാസിക്കാണത്. മതം വിശ്വസിക്കുന്നവർ കമ്പൽസറി ചെയ്യേണ്ട കാര്യമാണോ? അത് വലിയ കുറ്റമാണത്. നമ്മളുടെ നഖത്തിന്റെ ഇത് കൊണ്ട് പോലും മറ്റൊരു പുരുഷന് അട്രാക്ഷൻ ആകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലെന്ന് മതസംഹിതകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അത് രീതിയാണ്. അത് വേണമെന്നുള്ളൊരു ഫോളോ ചെയ്യുക, വേണ്ടാത്തൊരു ഇറങ്ങി നിങ്ങൾക്ക് തോന്നിയ കണക്ക് നടക്കും. അവിടെ ഒന്നും നിർബന്ധമില്ല. ചോയ്സ് എന്ന് പറയുന്നത് കറക്റ്റാ. മടിച്ചികൾ, ജോലി ചെയ്യാൻ മടിച്ച് ആണുങ്ങളുടെ തിന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളെ നീ ഇസ്ലാമിന്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് പറയരുത്. അവൾ അവളുടെ ഭാഗവും ചെയ്യണം, അവൻ അവന്റെ ഭാഗവും ചെയ്യണം. രണ്ടുപേരും ചേരുമ്പോഴാണ്. ലോകത്താരിടത്തും ഒരിടത്തുമില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി അവർക്കുണ്ട്. ഇണകളെന്നാ അവർ പരസ്പരം പറയുന്നത്. ഭാര്യ, ഭരിക്കപ്പെടേണ്ടവൾ ഭാര്യ, അങ്ങനെയല്ല പറയണത്. ഇണകൾ, നിനക്ക് ഇണയായി തുണയായി ചേർത്ത് തന്നിരിക്കുന്നു എന്നാ പറയണേ. ഇണയായി തുണയായി എന്നാ പറയണേ. ഇണ എന്ന ആ റെസ്പെക്റ്റ് അവിടെ കൊടുക്കുന്നത്. അത് ഏത് ഇതിനകത്തുണ്ട്? അല്ലെ, എത്ര പെണ്ണുങ്ങൾ. നീ ഷാബാനു കേസ് ഇവിടെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടിരുന്ന ഒരു കണ്ടീഷൻ അതായിരുന്നു. അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഈ മതത്തിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ വിധവകളെ വിവാഹം കഴിക്കണമെന്ന് നിഷ്കർഷിച്ചതാണ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ചരിത്രത്തിൽ വിധവയെ കല്യാണം കഴിപ്പിക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പേ നവോത്ഥാന നായകനായ മുഹമ്മദ് നബി വിധവകളെ വിവാഹം കഴിക്കണമെന്ന് നിഷ്കർഷിച്ച ആളാണ്. ടാക്സ് കൊണ്ടുവന്ന ആളാണ്. നവോത്ഥാനം എന്താണെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ ഇവിടെ അത് കൊണ്ടുവന്ന മനുഷ്യനാണത്. ജീവിച്ചിരുന്ന വ്യക്തിയാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ബാക്കി ആഫ്റ്റർ ഓൾ നിങ്ങളുടെ ചരിത്രത്തിലെല്ലാം മിത്തോളജീസാണ്, മിത്താണ്. ഇത് ജീവിച്ചിരുന്ന ആളാണ്, അത് മറന്നുപോട്ടെ. അപ്പം ഞാൻ ഇതിന്റെ പുകഴ്ത്തലല്ല പറയാൻ വന്നത്, നീ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. ഒരു ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ ഒരു പെണ്ണും അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ലെവലിൽ ഇല്ല. ഇനി എനിക്ക് ഡിവോഴ്സ്, കം ടു ദ ഡിവോഴ്സ് മാനർ, ഞാൻ എൻ്റെ ഫ്രീഡം അനുഭവിച്ചതാണ്. എനിക്ക് ഇവിടുത്തെ നിയമത്തിനേക്കാൾ കൂടുതൽ സപ്പോർട്ടീവായി നിന്നത് ഈ പറയുന്ന ഇസ്ലാം സിവിൽ നിയമം തന്നെയാണ്. എനിക്ക് എൻ്റെതായ റൂൾസ് ഉണ്ട്. എനിക്ക് വേണ്ട എന്ന് വെക്കാം. എന്നെ സന്തോഷിപ്പിക്കാത്ത, എന്നെ നോക്കാത്ത, എന്നെ സംരക്ഷിക്കാത്ത ഭർത്താവിനെ വേണ്ട എന്ന് വെക്കാനുള്ള എല്ലാ അധികാരവും ഇസ്ലാം മതം അനുവദിച്ചു തന്നിട്ടുണ്ട്. പൂർണ്ണ സ്വതന്ത്രയാണ് ഒരു സ്ത്രീ ഇസ്ലാമിൽ. ചില മതപണ്ഡിതന്മാർ അവന്മാരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ചവിട്ടി പിടിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഉണ്ടാക്കാൻ പറ്റട്ടെ. സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം മറ്റാർക്കും അതിനകത്തില്ല. പുരുഷൻ സംരക്ഷിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പുരുഷൻ എന്നും അടിമയാണ്. നേരെ തിരിച്ചാക്കുന്നത് അവരുടെ ആ ആൺ മേൽക്കോയ്മയാണ്. അത് സൊസൈറ്റിയാണ് അതിന് ഉത്തരവാദി. അവർക്ക് ആ ബോധം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. പിന്നെ ജാതി വ്യവസ്ഥ അതിനകത്തില്ലല്ലോ. ഉണ്ടോ? എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ ഓടി കയറുന്നു? നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ ഓടി കയറുന്നു. എന്തുകൊണ്ട്? 4 ജാതിയെ നിങ്ങൾക്കും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് ജാതി എന്നല്ല, മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാത്ത ഒരാളാണ്. ഇത്ര അടി ദൂരെ നടക്കണം. അതിനൊക്കെ എതിരെ ഏറ്റവും കൂടുതൽ പൊരുതിയ മനുഷ്യരാണ് വി.ടി. ഭട്ടതിരിപ്പാട് പോലെയുള്ളവർ. ഈ വലിയ നാസ്തികവാദിയൊക്കെ ആയിരുന്ന മനുഷ്യരുണ്ടല്ലോ. ഇപ്പൊ ഈ പെരിയാറിന്റെ കാര്യമായിരുന്നാലും ശരി തന്നെ. മറ്റേ കരുണാനിധിയുടെ 3 കല്യാണം കഴിച്ചവനാ. ഇസ്ലാമായിട്ടാണോ അയാൾ 3 കെട്ടിയത്? നാസ്തികവാദിയൊക്കെ അല്ലേ? ആണല്ലോ, നിരീശ്വരവാദിയൊക്കെ അല്ലേ? എന്നിട്ട് 3ഉം 4ഉം കെട്ടി. കമലാസൻ എത്ര കല്യാണം കഴിച്ചു? നിങ്ങൾ വിവാഹം കഴിക്കുന്നത് വെച്ചിട്ടാണ്. അതിനകത്തും ചെയ്യുന്നുണ്ട്, ഇതിനകത്തും ചെയ്യുന്നുണ്ട്. അത് ജനറലൈസ് ചെയ്യല്ല. അതിനെതിരെ പൊരുതാൻ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് അവരുടെ
അവകാശങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ പൊരുതിക്കോളും. അവർക്കറിയാലോ ഇസ്ലാം മതത്തിൽ അങ്ങനെയല്ല. ആദ്യത്തെ ഭാര്യയുടെ സമ്മതം നിർബന്ധമാണ്. ഇവിടെ സമ്മതമൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടം പോലെ കെട്ടാമെന്ന് പറയുന്നത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വളച്ചൊടിക്കുകയാണ് നിയമങ്ങൾ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ പണ്ഡിതന്മാർ വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്നാൽ ഞാനത് കേൾക്കാൻ തയ്യാറില്ല. എൻ്റെ പൂർവ്വപിതാക്കൾ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. ആദ്യത്തെ ഭാര്യയുടെ സമ്മതം നിർബന്ധം. അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ്റില്ല. പൂർണ്ണമായും രണ്ടുപേരെയും തുല്യമായി പരിഗണിക്കാൻ പറ്റുന്നവൻ വിവാഹം കഴിച്ചോട്ടെ എന്നാണ്. അത് ആൽമേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണ്. മുഹമ്മദ് നബിക്ക് മുമ്പ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു. അവിടെ അത്രത്തോളം വൃത്തികെട്ട ഒരു ടേം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മതത്തിലേക്ക് തന്നെ വരേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. അതും കൂടെ ചിന്തിക്കണമേ. ഈ ചരിത്രത്തിനകത്തുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. 100 വർഷം മുമ്പ് വരെ ഇവിടെ ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഈ മറക്കുട യുവതികൾക്കുണ്ടായിരുന്ന മഹാനരകത്തിനെ കുറിച്ച് പുള്ളി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു. മറക്കുടയിനകത്തുള്ളത് മഹാനരകമായിരുന്നു. ഇവനൊക്കെ കല്യാണം കഴിക്കും. ബ്രാഹ്മണ കുലജാതരായുടെ വിവാഹം, അവരുടെ വിവാഹം ഇപ്പൊ റീസെന്റ് 11ന്റെ വിവാഹം നടന്നു നോക്കണ്ടില്ലേ, മടിയിൽ എടുത്തെടുത്തേണ് അച്ഛൻ കൊച്ചു പൈതലിനെ കെട്ടിച്ചു കൊടുക്കുക. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സന്തോഷമായിട്ട് പോകാനും അവൻ്റെ ഒപ്പം അവളെ പറഞ്ഞു വിടാനും അവരെ കൊണ്ട് പിന്നെ തേങ്ങ ഉരുട്ടി കളിയും മാങ്ങ ഉരുട്ടി കളിയും ഒക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണ്? പൊടി കൊച്ചിന് ശൈശവ വിവാഹമാണ്. എങ്ങനെ ആ വിവാഹങ്ങളൊക്കെ നടന്നു? എന്തുമായിരുന്നു? ഇവിടുത്തെ നവോത്ഥാന നായകൻ കല്യാണം കഴിച്ചത് 13ാമത്തെ വയസ്സിലാണ്. ജ്യോതിദാസ് പെലെ 13ാമത്തെ വയസ്സിൽ 9 വയസ്സുകാരിയെ കെട്ടി. എപ്പോ? 1800, 1812-13. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം കൊണ്ട് വരിക. ഇവിടെ 10 വയസ്സ് എന്നുള്ളത് 11 വയസ്സാക്കി ഉയർത്തിയപ്പോ ബാലഗംഗാധര തിലകം വാളും കൊണ്ട് പറ്റൂല. എപ്പോ? 100 വർഷം മുമ്പത്തെ കാര്യമായി പറയുന്നത്. ഒരു 100 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്കിടയിൽ ഇത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഇസ്ലാമിനെ നിങ്ങൾ പിടിച്ചു വയ്ക്കുന്നത് എന്തിനാ? അതിനകത്ത് എന്താ പ്രശ്നം? എന്താ ഇനി കാന്തപുരത്തിന്റെ സ്കൂൾ കയറിയത്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർക്ക് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് മതത്തിനെ വക്രീകരിക്കുന്ന രീതിയുണ്ട്. അത് നിങ്ങൾക്കിടയിലുണ്ട്. ഇല്ലെന്ന് പറയരുത്, ഉണ്ട്. നിങ്ങൾ ഒരു നമ്പൂതിരി ചട്ടം വെച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് നടന്നൊരു വിഷയം പറയാം. യുവജനോത്സവത്തിൽ വരുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ നാനാജാതി മതസ്ഥരാണ്. അവിടെ ക്രിസ്ത്യൻസിന് കംപ്ലൈന്റ് ഇല്ല, മുസ്ലിങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ട്. നമ്പൂരി എന്നെ കാച്ചണം, ചോറും കറിയും വെക്കണം. വേറെ ആരും വെച്ചാൽ ഒക്കത്തില്ല. മീനും മാംസമൊന്നും അവിടെ കയറ്റാക്കൂല. അവിടെ നമ്പൂരി ഉണ്ടാക്കിയാലേ നിങ്ങളൊക്കെ തിന്നുള്ളൂ. സർവകലാശാലയിൽ വരുന്നവരെല്ലാം മീനും മറ്റൊന്നും തിന്നാത്തവരല്ല. അവർക്ക് കംപ്ലൈന്റ് ഇല്ല. അവർ കംപ്ലൈന്റ് ചെയ്താൽ മിണ്ടുന്നില്ല, സമാധാനമായിട്ട് അങ്ങ് പോയി. ഇതേ നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഇസ്ലാം മതത്തിന് കുഴപ്പമുണ്ടെന്ന് പറയണേ. ഇസ്ലാം മതത്തിനല്ല കുഴപ്പം, നിന്റെയൊക്കെ ചിന്താശേഷിക്കാണ് കുഴപ്പം. ഇസ്ലാം മതത്തിനൊരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുമില്ല. എന്തെങ്കിലും തോന്നിവാസങ്ങൾ വായ്ത്താളം അടിക്കാൻ വേണ്ടി മാത്രം വായി തുറക്കുന്ന നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ PT-യുടെ കാര്യം പറയാം. ഈ നാടകങ്ങൾ കൂടെ പുള്ളി ഈ കാര്യം പറഞ്ഞു എന്ന് പറയുന്നതിനെക്കാട്ടി 1935 ഭാര്യ സഹോദരിയും വിധവയുമായ ഉമാ അന്തർജനത്തെ MRBയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ അതുവരെ വിധവാ വിവാഹം നിങ്ങൾക്കിടയിലില്ല. 1940 സ്വന്തം സഹോദരി പാർവതി അന്തർജനത്തെ NK രാഘവ പണിക്കരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഈ പണിക്കർ കമ്മ്യൂണിറ്റി അതിനകത്ത് കയറുന്നതൊന്ന് ഓർത്തു നോക്കുക. പോട്ടെ. മിശ്ര വിവാഹത്തിന് തിരികൊളുത്തി. എങ്ങനെ? മിശ്ര വിവാഹം. രാഘവ പണിക്കർ എന്നാ പറഞ്ഞേ, അല്ലാതെ സൽമാൻ എന്നോ സ്റ്റാലിൻ എന്നോ അല്ല പറഞ്ഞ. രാഘവ പണിക്കർ. അതിനെ മിശ്ര വിവാഹം എന്നാണ് നമ്മളവിടെ ഇത് ചെയ്യുന്നത്. മിശ്ര വിവാഹം, സ്വജാതി. വീണ്ടും ഒരു പടി കൂടി കടന്ന് ഏറ്റവും ഇളയ സഹോദരി പ്രിയദത്ത അന്തർജനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കല്ലാട്ട് കൃഷ്ണൻ എന്ന ഈഴവ യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. പണിക്കര് പിന്നെ ഒരു പടി മേളില്ല, ഈഴവൻ കുറച്ചുകൂടെ താഴെയാ. ഈഴവനെന്ന് നിങ്ങൾ ഹിന്ദുവായിട്ട് പോലും അംഗീകരിക്കുന്നില്ല. അങ്ങനെ പുള്ളി ചെയ്ത ആ രീതി റിഫോർമേഷൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ എഴുതിയിട്ടത്. നീ അന്ന് വായിച്ചില്ലെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഇസ്ലാം മതത്തിലില്ലടോ. അവിടെ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. വിധവയെ വിവാഹം കഴിച്ചാൽ അത് സുന്നത്തെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് കാര്യമായ കാര്യമാണ്, നിങ്ങളത് ചെയ്യണം. വിധവയ്ക്കും എത്തീമിനും ആഹാരം കൊടുക്കണം. വിശപ്പറിയുന്നവന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ ധാരാളിത്തരം കാണിച്ച് ആർഭാടം കാണിച്ച് സദ്യ ഉണ്ണരുതെന്ന്, സദ്യ എന്നല്ല ഫുഡ്, ആ ടൈമിലുള്ള ഫുഡ് കഴിച്ച് അവരെ അവഹേളിക്കരുതെന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ മൊത്തത്തിൽ ഈ ആർഭാടങ്ങൾ ഇല്ലാത്തവന്റെ മുമ്പിൽ ഇരുന്ന് കാണിക്കരുത്. സമത്വം, ടാക്സ് പേയ്മെന്റ്, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു മതത്തിനെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത്. ഇപ്പം ഞാൻ മതവാദിയല്ല, എന്നിട്ടും എൻ്റെ അടുത്ത് വന്ന് ഇതാ പറയുന്നത്. അവിടെ റിഫോർമേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ പറയും. അതിനാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പറഞ്ഞവൾ ഞാൻ. 4 വർഷം അവരിൽ നിന്ന് മാറി സഞ്ചരിച്ചവൾ ഞാൻ. ഒരു രോമം പോലും പിഴുതു മാറ്റുകയോ, പകരം എന്നെ സംരക്ഷിച്ചവർ അവർ. അപ്പോൾ നിങ്ങൾ പറയുക, ഇനി ഞാൻ വധിക്കപ്പെട്ടാൽ, അന്നും ഞാൻ വധിക്കപ്പെട്ടാൽ എനിക്കത് ഉറപ്പാണ്. അത് സംഘികളുടെ കൈകൊണ്ടായിരിക്കും. സംഘികളുടെ കൈകൊണ്ട് മരണം എനിക്ക് ഉറപ്പാണ്.
എൻ്റെ കൂട്ടരെന്നെ അടിക്കില്ല, എൻ്റെ കൂട്ടരെന്നെ ചെയ്യില്ല. അതെനിക്ക് ഉറപ്പാണ്. അത് അന്നും എനിക്ക് ഉറപ്പായിരുന്നു. അവർക്ക് ഒരാൾ കൊടുക്കാത്ത അവഹേളനം ഞാൻ കൊടുത്തു. ഏറ്റവും മോശമായ ഒരു കാര്യം. അവരൊന്നും ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അവർ പറയുന്നതും അവർ മുന്നോട്ട് വെക്കുന്നത് സമാധാനമാണ്. ലോകരാജ്യങ്ങളിലൊക്കെ തീവ്രവാദമാണ്, ലോകരാജ്യങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നു. ഇതൊക്കെ സ്ട്രാറ്റജിയാണെന്ന് ഓൺസിനെ വയൽ ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് വന്ന് പറയുമ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തിയത് എത്രത്തോളം വൃത്തികെട്ട രീതിയിലായിരുന്നെന്നും അതിലൊന്നും ഒരു സത്യങ്ങളും ഇല്ലായിരുന്നല്ലോ, എല്ലാം അർത്ഥസത്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമ്പോൾ തല കുമ്പിടും. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിന് പൂർണ്ണമായി മതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല? സ്വത്വബോധം അതാണ്. ഇസ്ലാമായി ജനിച്ചവർക്ക് ഇസ്ലാമായി തന്നെ തുടരേണ്ടി വരും. അവർക്കത് വിട്ടു പോകാൻ തോന്നില്ല. അതെന്തുകൊണ്ടെന്നറിയാമോ? അത് ആ ഗ്രേറ്റ്നെസ് അല്ല, അതായത് ആ മതത്തിൽ എന്തോ ഉണ്ടെന്നല്ല, അതാണ് ആ മതം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ആ മതം എന്ന് പറയുന്നത് ആ യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ റിലീജിയനും ഉണ്ടായിട്ടുള്ളത്. എവറി റിലീജിയൻ ഒരു യുണൈറ്റഡ് ആവുക. ജാതി വ്യവസ്ഥയിൽ നിങ്ങൾ യൂണിറ്റി കൂടുമ്പോൾ ഇവിടെ മതമാണ്, റിലീജിയനാണ്. അത് വേണ്ട എന്ന് വെക്കുമ്പോൾ ആ യൂണിറ്റി വേണ്ടെന്ന് വെച്ചിട്ട് പോവുകയാണ്. അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അത് അവർ ഭയങ്കര തീവ്രവാദികളായതുകൊണ്ടല്ല. അവർ പുറത്തേക്ക് പോകുമ്പോൾ ആ നഷ്ടപ്പെടുന്ന യൂണിറ്റി, ആ കുടുംബം, അതൊരു കുടുംബ വ്യവസ്ഥയാണ്. അത് മനസ്സിലാക്കാൻ അത്രത്തോളം വളരണം വേണം. തലയിൽ ആള് താമസം വേണം. അതില്ലാത്തവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റിഫോർമേഷൻ വേണ്ട ഒരു മതവിഭാഗമായി ഇന്ന് നിലകൊള്ളുന്നത് ഹൈന്ദവ സംസ്കാരമാണ്. മതം പോലുമല്ല അത്. ജാതികളുടെ ഒരു കൂട്ടുകൃഷി, അത്രയേ ഉള്ളൂ. മതം ഭ്രാന്ത് കയറിയാൽ ഈ 2025 തുടങ്ങിയപ്പോൾ തൊട്ട് കേൾക്കുന്ന സർവത്ര ആഭിചാര കൊലകളെയും എടുത്തു വെച്ചാൽ മാത്രം മനസ്സിലാകും എന്താണ് മതം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ നിന്ന് ഒരു കൊല അത് മതം വേണ്ട എന്ന് വെച്ചവനാ ചെയ്തത്. മതം വേണ്ട എന്ന് പറഞ്ഞ ഒരു എക്സ് മുസ്ലിമാണ് സ്വന്തം പെറ്റമ്മയുടെ കഴുത്തിലേക്ക് കത്തി കൊണ്ടിറക്കിയത്. മതം ഏത് നല്ലതെന്ന് അതിനകത്തുണ്ട്. അതേപോലെ യുക്തിവാദികളെയും ജേർണലിസ്റ്റിനെയൊക്കെ കൊല്ലുന്ന ഒരു പ്രത്യേകതരം ജന്തു വിഭാഗം നിങ്ങളാണ്, വേറെ ആരുമല്ല. ഗൗരി ലങ്കേഷ് എന്ത് ചെയ്തിട്ടാണ്? ദബോൾക്കർ എന്ത് ചെയ്തിട്ടാണ്? എന്താണ്? അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ പുറകെ പോകരുത്, നിങ്ങളുടെ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കും, അന്ധവിശ്വാസങ്ങളിൽ പോകരുത്, അത് ആളെ കൊല്ലുമെന്നല്ലേ മനുഷ്യൻ പറഞ്ഞത്? അതല്ലേ കറക്റ്റ്? അതിന് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു. പൻസാരെ എന്ത് ചെയ്തു? ആരെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? ആർക്കിട്ടാണ് നിങ്ങൾ താങ്ങുന്നത്? ഇവിടെ മനുഷ്യന് നടപ്പാതയ്ക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നു. ആഹാരം പാത്രത്തിൽ കിട്ടാൻ സമരം ചെയ്യുന്നത്, കുഴി കുത്തി അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരത്തിനെ പ്രിവിലേജായി പറയുന്ന, ഇന്നും പ്രിവിലേജായി ചിന്തിക്കുന്ന ഒരു നേതാവുള്ളത് നിങ്ങൾക്കാണ്, കൃഷ്ണകുമാർ. അതേപോലെ തന്നെ ഈ പറയുന്ന പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പ്രഹസന രാജാവുള്ളതും നിങ്ങൾക്കാണ്. ആരാണ് അയാൾ? എന്താണ് അയാൾ നേടുന്നത്? അമ്പലത്തിൽ പോയി തൊഴുകുന്നതോ, ദൈവഭക്തി കാണിക്കുന്നതോ, പട്ടി ഷോ കാണിക്കുന്നതോ? അതാണോ രാഷ്ട്രീയം? അതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ജനങ്ങൾക്ക് വേണ്ടി എന്താണ് അയാൾ ചെയ്തത്? പ്രളയം വന്നു, അത് നാഷണൽ ഡിസാസ്റ്ററാണ്. അങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോട്ടെ, അതിന് കിട്ടേണ്ട ഫെസിലിറ്റീസ്, അയാൾ വന്നിറങ്ങിയ ചെലവ് പോലും സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് കൊടുപ്പിച്ച വൃത്തികെട്ട ചിന്താധാരയാണ് നിങ്ങൾക്കുള്ളത്. നാണയില്ലേ വന്ന് എൻ്റെ അടുത്ത് തർക്കിക്കാൻ? ഞാൻ പറഞ്ഞതും ഞാൻ ട്വിസ്റ്റായെന്നുമാണ്. എവിടെയും ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്ന പരിപാടി എനിക്കില്ല. ഞാൻ അത് ചിന്തിക്കണ പോലുമില്ല. പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. കുഞ്ഞുങ്ങളാണ് തെളിവ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി ഞാൻ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യില്ല. 18 കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടം. അതാണ് എൻ്റെ വാക്ക്. മാറ്റി പറയില്ല. എന്തിനാ മാറുന്നേ? ആരാ മാറിയത്? മാറ്റങ്ങൾ നിങ്ങൾക്കാണ്, എനിക്കല്ല. എനിക്കങ്ങനെ മാറേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോഴും എപ്പോഴും എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ആ നിലപാടിൽ തന്നെ ഞാൻ ശക്തമായി തുടരുകയും ചെയ്യും. പിന്നെ ആക്രമിക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ചരിത്രം അറിയാമെന്നും കൂടെ നിങ്ങൾ അറിയണ്ടേ. ഞാൻ മാത്രമേ അവിടെ നിന്ന് ഇങ്ങനെ മാറി ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ കുടുംബം ഒന്നടങ്കം ഇസ്ലാം മത വിശ്വാസികളാണ്. അതിലും എൻ്റെ അമ്മ തീവ്ര ഇസ്ലാം മത വിശ്വാസിയാണ്. അവർക്ക് നോവില്ലേ? അവർക്ക് വേദനിക്കില്ലേ? അവരെന്നോട് നിനക്കറിയുന്ന ചരിത്രം ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ അനുസരിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്. ഇസ്ലാം അതാണ് പറയണത്, മാതാപിതാക്കളെ അനുസരിക്കണമെന്ന്. എൻ്റെ ഉപ്പ മരണപ്പെട്ടു, എൻ്റെ ഉമ്മച്ചി പറയുന്നു. അതേ ചെയ്യുന്നുള്ളൂ. അത് കേൾക്കുമ്പോൾ നോവുന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വടി വെട്ടാൻ പോയതേ ഉള്ളൂ. അടി ഇനി എത്ര ബാക്കി? എൻ്റെ പുളൂസ് അടിച്ചുകൊണ്ട് പുളുന്താൻ വർത്താനം കൊണ്ട് എൻ്റെ ചാനലിൽ വരാതിരിക്കുക. ഏറ്റവും നല്ല പരിപാടി ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ആൻഡ് ഗോ. നീ ടൈപ്പ് ചെയ്തിട്ടാൽ മാന്യമായിട്ടുള്ളതൊക്കെയാണ്. ഇത് കുറച്ചൊക്കെ മാന്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ മറുപടി. മാന്യത അല്ലെങ്കിൽ ഞാൻ തിരിച്ച് മറ്റേ നാണയത്തിൽ തരും. ഏത് ശാഖയെ പഠിപ്പിക്കുന്ന സാധനം ഞാൻ അങ്ങോട്ട് തരും. ശാഖ തൊഴിലാളികൾക്ക് സന്തുഷ്ടി തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ അപ്പുറത്തൊരുത്തിയെ ഞങ്ങൾ തന്നിട്ടുണ്ട്. ഏത് കാമിത. അവിടെ പോയിരുന്ന് വാങ്ങിയേറി നോക്കിക്കൊണ്ടിരിക്കും. ഒരു വാങ്ങിങ്ങനെ പറഞ്ഞു തരും. അതങ്ങോട്ട് വാങ്ങിച്ചെടുത്തോ എന്നല്ലാതെ ഷബീനായെ പാപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവരണ്ട. ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു റിഫോർമേഷൻ്റെ ആവശ്യം ഇപ്പോഴില്ല. മടിച്ചികളായ ബിരിയാണി തിന്നുകൊണ്ട് വീടിനകത്ത് കയറിയിരിക്കുന്ന പെണ്ണുങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇവിടെ എന്തിനധികം ആട്ടിയോ ആരെന്ന് പോയി നോക്ക്. ഒരു ഇസ്ലാം വനിതയാണ്. അത്രയൊക്കെ എത്തിയിട്ടില്ലേ? അതിനേക്കാൾ കൂടുതൽ എത്തിയിട്ടില്ലേ? പെണ്ണുങ്ങൾ ജോലിക്ക് പോയി സമ്പാദിച്ചു കൊണ്ടുവരുന്ന
ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആ മതവിശ്വാസത്തിലുണ്ടെങ്കിൽ സ്ത്രീകൾ പൂർണ്ണമായും വീട്ടിനകത്തായിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലെ മുസ്ലിംസിനില്ല. ബാക്കിയുള്ള മുസ്ലിംസിനുണ്ടോ ഇല്ലെന്ന് കേരളത്തിലെ മുസ്ലിമിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ അങ്ങനെയൊന്നും കൊണ്ടുവന്നാൽ അതിനെതിരെ ശക്തമായി നിൽക്കും. പിന്നെ മുഖം മറയ്ക്കുന്നത്, സ്വന്തം ഐഡന്റിറ്റി മറയ്ക്കുന്നതിന് അടിയുടെ കുറവാണ്. അത് അവരുടെ ഇഷ്ടം. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കും. ബാക്കിയൊക്കെ അവരുടെ ആചാരങ്ങളാണ്. നിങ്ങൾക്കും ആചാരം ഉണ്ടാക്കാമല്ലോ, അതും അവർ ചെയ്യുന്നുണ്ട്. ഒരു തർക്കമില്ല. ഞാൻ പൊട്ടിട്ടുണ്ടോന്നിരിക്കുന്നതിന് അവർ വല്ലതും പറയണം? ഇല്ലല്ലോ. ഞാൻ തട്ടവിടാത്തതിന് വല്ലതും പറയണം? ഇല്ലല്ലോ. അതങ്ങനെ തന്നെ മതി കേട്ടോ. അപ്പം സുലാൻ കൂടുതൽ എഴുതിയിടാം, ഞാൻ കൂടുതൽ തരാം. ഞാൻ ഇപ്പോൾ ഇത്രയും റെഫർ ചെയ്യാതെ ഇത്രയും പറഞ്ഞേ ഉള്ളൂ. താങ്ക് യു.